ചെറുപ്പം മുതലേ നിങ്ങൾ പെറ്റ്സുകളോടും ആനിമൽസിനോടൊക്കെ വളരെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ് എങ്കിൽ, നിങ്ങൾക്കൊരു ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, ഹ്യൂമൻ ലൈഫ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അനിമൽസിന്റെ ലൈഫും. സോ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയൊരു ബെസ്റ്റ് കോഴ്സാണ് വെറ്ററിനറി സയൻസ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രോഗ്രാം പഠിക്കാനുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതായത് PCB, ഈ ഒരു 3 സബ്ജക്ട് നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് പഠിച്ചിരിക്കണം. ആ സബ്ജക്ട് പഠിച്ച കുട്ടികൾക്ക് മാത്രമാണ് വെറ്ററിനറി സയൻസ് പഠിക്കാനുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്തെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഇന്ത്യയിൽ വെറ്ററിനറി സയൻസ് പഠിക്കണമെങ്കിൽ നീറ്റ് നിങ്ങൾ ക്രാക്ക് ചെയ്തിരിക്കണം. നീറ്റ് ക്വാളിഫൈ ആയാൽ മാത്രമേ നിങ്ങൾക്ക് വെറ്ററിനറി സയൻസിന് അഡ്മിഷൻ കിട്ടത്തുള്ളൂ. ഈ ഒരു വെറ്ററിനറി സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിങ്ങൾ മേജർ ആയിട്ട് പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് അനിമൽ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു അനിമലിന്റെ ഡയറ്ററി നീഡ്സ് എന്താണെന്ന് മനസ്സിലാക്കി അതിന് പ്രോപ്പർ ആയിട്ടുള്ള ഹെൽത്ത് മാനേജ്മെന്റ് ആണ് ആ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. രണ്ടാമത്തെന്ന് പറയുന്നത് അനിമൽ ഫിസിയോളജി ആണ്. ഈ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾ കൂടുതൽ പഠിക്കുന്നത് ഒരു അനിമലിന്റെ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ബയോ കെമിക്കൽ പ്രോസസ്സും ആയിരിക്കും നിങ്ങൾ കൂടുതൽ പഠിക്കുക. മൂന്നാമത്തേന്ന് പറയുന്നത് വെറ്ററിനറി പാത്തോളജി ആണ്. ഈ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾ കൂടുതൽ പഠിക്കുന്നത് ഒരു അനിമലിന്റെ ബോഡിയിൽ ഉണ്ടാവുന്ന ഡിസീസുകൾ എന്തൊക്കെയാണ്, അതിനെ നമുക്ക് എങ്ങനെയൊക്കെ ഡയഗ്നോസിസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾ മേജർ ആയിട്ട് പഠിക്കുക. നാലാമത്തെന്ന് പറയുന്നത് വെറ്ററിനറി ഫാർമക്കോളജി ആണ്. സോ നിങ്ങൾ ഡിസീസ് ഡയഗ്നോസിസിന് ശേഷം എങ്ങനെയാണ് അതിനെ ട്രീറ്റ് ചെയ്യുന്നതും എന്തൊക്കെ മെഡിസിൻസ് ആണ് അതിന് കൊടുക്കേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഈ പറഞ്ഞ വെറ്ററിനറി ഫാർമക്കോളജിയിലായിരിക്കും പഠിക്കുക. അഞ്ചാമത്തെന്ന് പറയുന്നത് വെറ്ററിനറി സർജറി ആണ്. ഈ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾ കൂടുതൽ പഠിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു അനിമലിന്റെ ബോഡിയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾക്ക് സർജിക്കൽ പ്രോസസ്സുകൾ ചെയ്യാമെന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾ ഡീൽ ചെയ്യുക. ആറാമത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് എപ്പിഡമിയോളജി ആണ്. അതായത് ഈ ഒരു സബ്ജക്റ്റിനകത്ത് അനിമൽസിന്റെ പോപ്പുലേഷൻസിനിടയിൽ ഉണ്ടാവുന്ന ഒരുപാട് തരം ഡിസീസുകളുണ്ട്. ഇതിനെക്കുറിച്ചുള്ള സ്റ്റഡിയും അത് എങ്ങനെയൊക്കെ സ്പ്രെഡ് ആവുന്നുണ്ട്, എങ്ങനെയൊക്കെ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കുക. ഇത്രയാണ് മേജർ ആയിട്ടുള്ള വെറ്ററിനറി സയൻസിന്റെ സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത്. പിന്നെ ഇതിനുള്ളിൽ തന്നെ ഇതിനെ നമ്മൾ വേർതിരിച്ച് ഡിഫറെന്റ് സബ്ജക്റ്റുകളായിട്ടായിരിക്കും പഠിക്കുന്നത്. നമ്മുടെ MBBSനകത്ത് നമ്മൾ മേജർ ആയിട്ടുള്ള സ്പെഷ്യലൈസേഷൻസ് ചൂസ് ചെയ്യുന്നത് പോലെ തന്നെ വെറ്ററിനറി സയൻസിനകത്ത് കുറച്ച് സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. അതിൽ കുറച്ച് മേജർ ആയിട്ടുള്ളതാണ് വെറ്ററിനറി മെഡിസിൻ, വെറ്ററിനറി സർജറി, ലൈവ് സ്റ്റോക്ക് പ്രൊഡക്ഷൻ, അനിമൽ ഹസ്ബൻഡറി, വെറ്ററിനറി പാത്തോളജി, ഇങ്ങനെയുള്ള കുറച്ച് സബ്ജക്റ്റുകളാണ് നമുക്ക് മേജർ ആയിട്ട് എടുക്കാൻ പറ്റിയ സ്പെഷ്യലൈസേഷൻസ്. ഈ ഒരു വെറ്ററിനറി സയൻസിന് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഗവൺമെന്റ് സെക്ടേഴ്സിൽ തന്നെ ഒരുപാട് ജോബ് വേക്കൻസീസ് അവൈലബിൾ ആണ്. അത് മാത്രമല്ല പ്രൈവറ്റ് സെക്ടറിലും ഒരുപാട് ഇൻഡസ്ട്രീസിൽ നമുക്ക് ജോബ് വേക്കൻസീസ് ഉണ്ട്. അനിമൽസിന്റെ തന്നെ ഫുഡ് പ്രൊഡക്ഷൻ ചെയ്യുന്ന കമ്പനികളുണ്ട്, ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുണ്ട്. അവിടെയൊക്കെ നമുക്ക് ഈ വെറ്ററിനറി സയൻസ് കഴിഞ്ഞൊരു ജോബിന് കയറാൻ പറ്റും. ഇനി ഇത് മാത്രമല്ല, നമ്മൾ എബ്രോഡോട്ട് പോവുകയാണെന്നുണ്ടെങ്കിലും ഒരുപാട് ജോബ് വേക്കൻസീസ് അവൈലബിൾ ആണ്. ഇത് മാത്രമല്ല കേട്ടോ, ഇനി നിങ്ങൾ സ്വന്തമായിട്ട് ഒരു വെറ്ററിനറി ക്ലിനിക്കോ ഹോസ്പിറ്റലോ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിനും ഈ ഒരു വെറ്ററിനറി സയൻസ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റും. ഇനി അത് മാത്രമല്ല, നിങ്ങൾക്ക് ഒരു ട്യൂട്ടർ ആവാനും ഇതിന്റെ PG കോഴ്സും കൂടെ ചെയ്തു കഴിഞ്ഞാൽ അതിനും ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു വെറ്ററിനറി സയൻസ് എന്ന് പറയുന്ന കോഴ്സിന്റെ സീറ്റ്സിന്റെ സെലക്ഷൻ നടക്കുന്നത് ഓൾ ഇന്ത്യ ലെവലിലും അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെവലിലുമാണ്. അപ്പോൾ ആ ഒരു കൗൺസിലിങ്ങിന് അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യാം. പിന്നെ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത് കേട്ടിട്ട് ചാടി കയറുന്ന ആരും ദയവ് ചെയ്ത് കോഴ്സ് ചൂസ് ചെയ്യരുത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ റിയലി പാഷനേറ്റ് ആയിരിക്കണം. ഈ ഒരു പെറ്റ്സിനോടും ആനിമൽസിനോടൊക്കെ വളരെയധികം ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരായിരിക്കണം. ആ കാര്യം 100% നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാതെ ആരോ നിങ്ങൾക്ക് ഈ പ്രോഗ്രാം സജസ്റ്റ് ചെയ്തു, ഗവൺമെന്റിൽ ഇനി വളരെയധികം വേക്കൻസീസ് വരാൻ പോവുകയാണ്, അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടർ ഭയങ്കരമായിട്ട് ബൂമിങ്ങിലാണ്, ഈ പറയുന്ന നമ്മുടെ മിൽമ പോലുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ഫാം ഹൗസുകൾ ഇവിടെയൊക്കെ ഒത്തിരി വേക്കൻസീസ് ഉണ്ടെന്ന് പറയുന്നത് കേട്ടിട്ട് ചാടി കയറുന്ന കോഴ്സ് നിങ്ങൾ എടുക്കരുത്. എഗെയിൻ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, വളരെയധികം നിങ്ങൾ പാഷനേറ്റ് ആണെങ്കിൽ മാത്രം കോഴ്സ് ചൂസ് ചെയ്യുക. കാരണം ഈ അനിമൽസിനോട് പേടിയുള്ള ആൾക്കാരും ഒരിക്കലും ഈ പ്രോഗ്രാം എടുക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. അനിമൽസ് എന്ന് പറയുന്നത് നമ്മളെപ്പോലെ അല്ല, നമ്മളെപ്പോലെ നീറ്റ് ആയിട്ടുള്ള ഒരു റൂമിലോ ഒന്നും ആയിരിക്കില്ല അവർ കിടക്കുന്നത്, അറിയാമല്ലോ. അവർ പല രീതിയിലുള്ള എൻവറോൺമെന്റിലായിരിക്കും അവർ സ്റ്റേ ചെയ്യുന്നത് പോലും. അപ്പൊ എല്ലാ രീതിയിലുള്ള എൻവറോൺമെന്റും അഡാപ്റ്റ് ചെയ്യാൻ ക്യാപ്പബിലിറ്റി ഉള്ള ആളായിരിക്കണം ആ ഒരു അനിമലിനെ ശുശ്രൂഷിക്കാൻ പോകുന്നത്. സോ അതുകൊണ്ട് നിങ്ങളൊരു വെറ്ററിനറി ഡോക്ടർ ആവുകയാണെങ്കിൽ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ സാക്രിഫൈസ് ചെയ്യാൻ മസ്റ്റ് ആയിട്ട് റെഡി ആയിരിക്കണം. സോ എന്നാൽ മാത്രമേ നിങ്ങൾക്കൊരു ബെസ്റ്റ് വെറ്ററിനറി ഡോക്ടർ ആവാൻ കഴിയത്തുള്ളൂ. സോ അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. ഇനിയും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എപ്പോൾ വേണോ വിളിക്കാം. സോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഈസ് ക്യാമ്പസ് മാൻ സൈനിങ് ഓഫ്.